ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പവിത്രം സീരിയലിന്റെ പുതിയൊരു വിശേഷമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പവിത്രം സീരിയൽ സീസൺ 2 പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. സീസൺ 2 മെയ് 25 സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും അതിനായിട്ട് വെയിറ്റിംഗിലാണ്. പക്ഷേ പ്രേക്ഷകരെ ഒന്നടങ്കം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. സീരിയൽ അവസാനിക്കുമ്പോൾ പറഞ്ഞിരുന്നത് മെയ് 18 സീസൺ 2 സ്റ്റാർട്ട് ആവുന്നത് എന്നാണ്. പക്ഷേ മെയ് 18 സീസൺ 2 സംപ്രേഷണം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ മൊത്തം സങ്കടത്തിലാണ്. കാരണം സീസൺ 2 വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണ് അത് മെയ് 25 മാറ്റിയിരിക്കുന്നത്. അപ്പോൾ മെയ് 25 എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ വീണ്ടും നമ്മളെല്ലാവരെയും ഒന്നടങ്കം നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ്. ഇപ്പോൾ അവർ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഉടനെ ഉണ്ടാവുമെന്ന് മാത്രമാണ് നമുക്ക് കിട്ടിയ അറിവ്. ജൂൺ 1 പവിത്ര സീരിയൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ വീണ്ടും നമ്മൾ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം, പുതിയ സീരിയലായ ഇവർ വിവാഹിതരായാൽ പവിത്രം സീരിയലിൻ്റെ സമയമായ 9 മണിക്കാണ് ജൂൺ 1 സംപ്രേഷണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പവിത്രം ഇപ്പോൾ അടുത്ത് തുടങ്ങുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. എന്തായാലും വിക്രമിൻ്റെയും വേദയുടെയും പുതിയൊരു ജീവിതം കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്തൊക്കെ കടമ്പ കടക്കണം? വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങണം, എങ്കിൽ മാത്രമേ വേദയ്ക്കും വിക്രമിനും നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും വേദയ്ക്കൊരു കുഞ്ഞാവും. വേദ ഒറ്റയ്ക്ക് തന്നെ അതിനെ വളർത്തും. ഇനി മുതൽ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള രംഗങ്ങളായിരിക്കും സീസൺ 2 നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. വേദ നാട് വിട്ടു പോവാണ് കേട്ടോ ചെയ്യുന്നത്. അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് അവൾ നാട് വിട്ടു പോകുന്നത്. അവിടെ അവൾ പുതിയൊരാളായിട്ടാണ് ജീവിക്കുന്നത്. ഈ പേര് പോലും അല്ല അവൾക്ക്. കൂടാതെ ജീവിക്കാനായിട്ട് അവൾ ജോലിയും ചെയ്യുന്നുണ്ട് കേട്ടോ. നിറവയറുമായിട്ടാണ് അവൾ ജോലിയൊക്കെ ചെയ്യുന്നത്. അതിനിടയിൽ അവൾ പ്രസവം എല്ലാം കഴിയുന്നുണ്ട്. അതെല്ലാം ആ നാട്ടിലാണ്. അവൾ ആരാണെന്നോ എന്താണെന്നോ എവിടെയാണ് അവളുടെ സ്ഥലമെന്നോ എന്നൊന്നും അവരാർക്കും അറിയില്ല. പുതിയൊരാളായിട്ടാണ് അവൾ അവിടെ ജീവിക്കുന്നത്. കാരണം ആ കുഞ്ഞിനെ അവൾക്ക് നല്ല രീതിക്ക് വളർത്തണം. എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ലാളിച്ച് ആ കുഞ്ഞിനെ വളർത്തണം. അതിനവൾക്ക് ഇങ്ങനൊരു കള്ളത്തരം ചെയ്തേ മതിയാവൂ. അതിനാണ് അവൾ നാട് വിട്ടു പോകുന്നതും പേര് മാറ്റി അവിടെ ജീവിക്കുന്നതും. ശ്രീകാന്ത് അവളെ തെരഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും അവളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവൾക്ക് എന്തായാലും വിക്രമിൻ്റെ കുഞ്ഞിനെ വളർത്തിയേ പറ്റൂ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം വേദ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് കേട്ടോ. പക്ഷെ അവളുടെ കൂടെയുള്ള കുഞ്ഞത് വിക്രമത്തിൻ്റെ കുഞ്ഞാണെന്നൊന്നും ആർക്കും അറിയില്ല. അവൾ അവരോട് പറയുന്നുമില്ല. എല്ലാം ഒരു രഹസ്യമാക്കി അവൾ വെക്കുകയാണ്. കാരണം ഈ കുഞ്ഞിൻ്റെ ജീവൻ അത്രയും വലുതാണ് അവൾക്ക്. അതിനൊരു ആപത്ത് വരുത്താതിരിക്കാൻ അവൾക്ക് കുറച്ച് കള്ളങ്ങൾ പറഞ്ഞേ മതിയാവും. എന്നാൽ വിക്രമിന് മനസ്സിലാവുന്നുണ്ട് ഇത് തങ്ങളുടെ കുഞ്ഞാണെന്ന്. അവൾ പറഞ്ഞില്ലെങ്കിലും അവനറിയാം. ഒന്നാമത് കുഞ്ഞിൻ്റെ ഒരു ഫേസ് കട്ട് അവന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ വേദ പ്രഗ്നൻ്റ് ആയ കാലഘട്ടവും കുഞ്ഞിൻ്റെ വയസ്സും അവൻ ജയിലിലായതും എല്ലാം അവൻ കൂട്ടി കഴിച്ച് നോക്കുമ്പോൾ ഇത് തങ്ങളുടെ കുഞ്ഞാണെന്ന് അവനറിയാം. ആ കുഞ്ഞായിട്ട് അവൻ കൂട്ടുകൂടുന്നുണ്ട്. അവർ നല്ല ഫ്രണ്ട്സ് ആവുന്നുണ്ട്. അവൻ ആ കുഞ്ഞിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് തമിഴിൽ കഥ കാണിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു സ്റ്റോറി തന്നെയാണോ മലയാളത്തിലും വരുന്നതെന്ന്. എന്തായാലും വളരെ മികച്ചൊരു കഥയിലൂടെയാണ് കേട്ടോ സീസൺ 2 പോകുന്നത്. അത് അവരുടെ ഇൻ്റർവ്യൂവിൽ ശ്രീകാന്തും സുരഭിയും പറയുന്നത് തന്നെയുണ്ട്. സീസൺ 1 ഞങ്ങൾക്ക് ഏറ്റവും കഥ കേട്ടപ്പോൾ ഇഷ്ടമായത് സീസൺ 2 ആണ്. അത് വളരെ അധികം സങ്കടകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രേക്ഷകർ സീസൺ 1 ഏറ്റെടുത്ത പോലെ സീസൺ 2 പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത്രയും അടിപൊളി ഒരു സ്റ്റോറി ആയിട്ടാണ് അത് പോകുന്നത്. എന്തായാലും ഒരു കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയാവുമ്പം കുറച്ചുകൂടെ ഇമോഷണൽ ആവുമല്ലോ. ജനങ്ങൾക്ക് കൂടുതൽ ഒരു കണക്ഷൻ ആ ഒരു സീസൺ 2 കൊണ്ടുവരാൻ അവർക്ക് സാധിക്കട്ടെ. പിന്നെ നമുക്ക് സമാധാനിക്കാൻ പറ്റുന്നൊരു കാര്യം, ക്യാരക്ടേഴ്സ് ആരും മാറുന്നില്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ തന്നെയാണെന്നാണ് കിട്ടിയ വിവരം. നമുക്ക് നോക്കാം അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. എന്തായാലും ശ്രീകാന്ത് സുരഭി മാറരുത്. അവർ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഥയില്ലല്ലോ. പ്രേക്ഷകർ കാണുന്ന എണ്ണവും കുറയും. എന്തായാലും അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല, അത് നമുക്ക് പ്രതീക്ഷിക്കാം. വേദയും വിക്രമും എല്ലാ മലയാളി മനസ്സുകളിലും ഇടം നേടിയിട്ടുണ്ടല്ലോ. അവരുടെ ആ ഒരു മുഖം എല്ലാവർക്കും അറിയാം, സുപരിചിതമാണ്. പക്ഷേ അതിലൊരു മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സീരിയലിൻ്റെ ഹൈപ്പ് കുറയും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സംവിധായകൻ അങ്ങനെയൊരു കടുങ്കൈ ചെയ്യില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ആ ഒരു 2 വേഷത്തെയും ശ്രീകാന്തിനും സുരഭിക്കും അല്ലാതെ വേറെ ആർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും? വേറെ ആര് വന്നാലും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു വേഷം കൈകാര്യം ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. എന്തായാലും പവിത്രം സീരിയൽ സീസൺ 2 പെട്ടെന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടെ തന്നെ വേദയും വിക്രമും മാറാതിരിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. വളരെയധികം വികാരഭരിതമായിട്ടുള്ളൊരു എപ്പിസോഡുകളായിരിക്കും ഇനി സീസൺ 2 വരാൻ പോകുന്നത്. കാരണം വിക്രം ജയിലിലാണ്. വേദ ഏതോ ഒരു നാട്ടിൽ ആരാണെന്നോ എന്താണെന്നോ ആരെയും അറിയിക്കാതെ ജീവിക്കുകയാണ്. ഒരു കുഞ്ഞുണ്ട്, അവൾക്കായിട്ട് അവൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു നാട്ടിൽ നിന്നും വേദ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും. അതെല്ലാം നേരിട്ട് തൻ്റെ കുഞ്ഞിനെ ചിറകിനടിയിൽ കൊണ്ടുവച്ചിട്ട് വേണം, ഒളിപ്പിച്ച് വെച്ചിട്ട് വേണം അവൾക്ക് വിക്രമിന് കൈമാറ്റം കൊടുക്കാനായിട്ട്. വിക്രമിൻ്റെ ജീവിതം അതിലും വളരെ ദയനീയമാണ് കേട്ടോ. കാരണം വേദ എവിടെയാണെന്നോ
അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടോ ഒന്നൊന്നും അവനറിയില്ല. ഒരുതരം പ്രതീക്ഷയോട് കൂടിയാണ് കേട്ടോ ജയിലിലെ ഓരോ ദിവസവും വിക്രമും തള്ളി നീക്കി കളയുന്നത്. എന്തായാലും ഇവരുടെ കാത്തിരിപ്പ് ലാസ്റ്റ് എവിടെ എത്തും എന്നൊക്കെ നമുക്ക് നോക്കാം, കണ്ടറിയാം. എന്തായാലും വെയിറ്റ് ചെയ്യൂ സീസൺ 2-നായിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു.